കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഏകദേശം ഒരു കുറച്ച് വാഹനങ്ങൾ കളറിൽ നമ്മുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത്രയേറെ ആരാധിച്ചിരുന്ന ആ ഒരു വാഹനങ്ങളൊക്കെ തന്നെ കളറിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. കളറിലേക്ക് മാറ്റുമ്പോൾ പ്രശ്നങ്ങളില്ലേ? അതൊരു ടിസ്റ്റായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പെർമിറ്റിലാണ് ഇപ്പോൾ ഉള്ള കളർ കോഡ് വാഹനങ്ങൾ വന്നിട്ടുള്ളത്. കളറുള്ള വാഹനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പെർമിറ്റ് എടുക്കുമ്പോൾ അപ്പോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എടുത്തൂടെ? എല്ലാ ബസ്സുകാർക്കും എടുത്ത് കളർ മാറ്റാൻ പാടില്ല? അതാണ് അതിലൊരു ടാസ്ക് വരുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ 45 സീറ്റുകളാണ് കളറുള്ള വാഹനങ്ങൾ വന്നിട്ടുള്ളത്. അതിലിപ്പോൾ ക്യാരക്ടറൊന്നും വരയ്ക്കാനൊന്നും പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ സിനിമാ നടന്മാരെ ആരാധിച്ചിരുന്ന കാലം. അതിനുശേഷം പിന്നീട് കളർഫുൾ ഗ്രാഫിക്സുകൾ വന്നിട്ടുള്ള കാലങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ 2 കളറോ 3 കളറോ വരുന്ന ഗ്രാഫിക്സുകൾ ആ രീതിയിൽ കൊണ്ടുവരാം എന്നേ ഉള്ളൂ. അത് പെയിന്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാം. പക്ഷേ നമ്മൾ അതിൽ ക്യാരക്ടറുകളോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. 45 സീറ്റാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർലി 1,30,000 രൂപ വെച്ചിട്ട് ഇവർ ടാക്സ് അടക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം വരുമ്പോഴത്തേനും 6 ലക്ഷത്തി ചില്ലാൻ രൂപ ഇവർ ടാക്സ് ആയിട്ട് മാത്രം അടക്കുന്നുണ്ട്. 6 ലക്ഷത്തി ചില്ലാൻ രൂപ ഒരു വണ്ടിക്ക് ഒരു വർഷം ടാക്സ് അടക്കണം.